ഹലോ ഓൾ, വെൽക്കം ടു ബ്രെയിൻബസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ക്യൂസാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സയൻസ് ക്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് സർ ഐസക് ന്യൂട്ടനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഐസക് ന്യൂട്ടൻ സാറും കാണുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലും ഫസ്റ്റ് തന്നെ ഐസക് ന്യൂട്ടൻ പറയാൻ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ രസകരമായ ഒരു സയൻസ് ക്യൂസിനെ പറ്റിയാണ്. വെരി ഇൻട്രസ്റ്റിംഗ് സയൻസ് ക്യൂസ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ക്യൂസിന് ഫുൾ മാർക്ക് കിട്ടും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. എങ്കിൽ വരൂ, നമുക്ക് കിടക്കാം. ചിരിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വരൂ പോകാം. ഒന്നാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ ഭാരം വെയ്റ്റ് എവിടെയായിരിക്കും കൂടുതൽ അനുഭവപ്പെടുന്നത്? ഓപ്ഷൻ എ ഭൂമധ്യരേഖയിൽ ഇക്വേറ്റർ, ഓപ്ഷൻ ബി ധ്രുവങ്ങളിൽ പോൾസ്. ഉത്തരം പോൾസ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആകൃതി. ഭൂമി ധ്രുവങ്ങളിൽ അല്പം പരന്നതാണ്. ദൂരം, ധ്രുവങ്ങൾ കേന്ദ്രത്തോട് കൂടുതൽ അടുത്തതാണ്. ഗുരുത്വാകർഷണം, കേന്ദ്രത്തോട് അടുക്കും തോറും ആകർഷണം കൂടുന്നു. ഭാരം, ഗുരുത്വാകർഷണം കൂടുതലായതിനാൽ ധ്രുവങ്ങളിൽ വസ്തുവിന് ഭാരവും കൂടുതലായിരിക്കും. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ വേരുകൾ വലിച്ചെടുക്കുന്ന വെള്ളവും ലവണങ്ങളും വാട്ടർ ആൻഡ് മിനറൽസ് ഇലകളിലേക്ക് എത്തിക്കുന്ന കോശകല ടിഷ്യൂസ് ഏതാണ്? ഓപ്ഷൻ എ ഫ്ലോയം, ഓപ്ഷൻ ബി സൈലം. ഉത്തരം സൈലം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന പ്രധാന അവയവം ഓർഗൻ ഏതാണ്? ഓപ്ഷൻ എ ലങ്സ്, ഓപ്ഷൻ ബി ഹാർട്ട്. ഉത്തരം ഓപ്ഷൻ ബി ഹാർട്ട്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സമവാക്യം ഏതാണ്? ഓപ്ഷൻ എ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഓപ്ഷൻ ബി മാസ് ഇൻറ്റു വെലോസിറ്റി. ഉത്തരം മാസ് ഇൻറ്റു വെലോസിറ്റി. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഏകദേശം എത്രയാണ്? ഓപ്ഷൻ എ 8 മിനിറ്റ് 20 സെക്കൻഡ്, ഓപ്ഷൻ ബി 12 മിനിറ്റ് 10 സെക്കൻഡ്. ഉത്തരം 8 മിനിറ്റ് 20 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റിന് ഗുരുത്വാകർഷണത്തെ മറികടന്ന് ബഹിരാകാശത്തേക്ക് കുതിക്കാൻ വേണ്ട എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? ഓപ്ഷൻ എ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 15.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഉത്തരം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള നിറം ഏതാണ്? ഓപ്ഷൻ എ വയലറ്റ്, ഓപ്ഷൻ ബി ചുവപ്പ്. ഉത്തരം ചുവപ്പ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓർഗൻ ഏതാണ്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി ത്വക്ക്. ഉത്തരം ത്വക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ഏക ലോഹം ഏതാണ്? ഓപ്ഷൻ എ മെർക്കുറി, ഓപ്ഷൻ ബി ബ്രോമിൻ. ഉത്തരം ഓപ്ഷൻ എ മെർക്കുറി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ഏതിലൂടെ കടന്നു പോകുമ്പോഴാണ്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി ശൂന്യത. ഉത്തരം ഓപ്ഷൻ ബി ശൂന്യത. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി വൃക്ക. ഉത്തരം ഓപ്ഷൻ എ പാൻക്രിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ വ്യാഴം, ഓപ്ഷൻ ബി ശനി. ഉത്തരം ഓപ്ഷൻ എ വ്യാഴം. അടുത്ത ക്വസ്റ്റ്യൻ, പെൻസിലിൽ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് ഏത് മൂലകത്തിൻ്റെ രൂപാന്തരമാണ്? ഓപ്ഷൻ എ കാർബൺ, ഓപ്ഷൻ ബി സൾഫർ. ഉത്തരം ഓപ്ഷൻ എ കാർബൺ. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കാത്തത് ഏതിലൂടെയാണ്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി ശൂന്യത. ഉത്തരം ഓപ്ഷൻ ബി ശൂന്യത. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പർ 1 ആയ മൂലകം ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഹീലിയം. ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവം ഏതാണ്? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി കിഡ്നി. ഉത്തരം ഓപ്ഷൻ ബി വൃക്ക അല്ലെങ്കിൽ കിഡ്നി. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ പടലം കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. ഉത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത ഏകദേശം എത്രയാണ്? ഓപ്ഷൻ എ 343 മീറ്റർ പെർ സെക്കൻഡ്,
ഓപ്ഷൻ ബി 3 × 10⁻⁻². ഉത്തരം ഓപ്ഷൻ എ 343 മീറ്റർ/സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നെർവ് ഏതാണ്? ഓപ്ഷൻ എ ഓപ്റ്റിക് നെർവ്. ഓപ്ഷൻ ബി സിയാറ്റിക് നെർവ്. ഉത്തരം ഓപ്ഷൻ ബി സിയാറ്റിക് നെർവ്. അടുത്ത ക്വസ്റ്റ്യൻ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ അഥവാ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ്? ഓപ്ഷൻ എ പ്ലാസ്മ. ഓപ്ഷൻ ബി ഗ്യാസ്. ഉത്തരം ഓപ്ഷൻ എ പ്ലാസ്മ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലേ? പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറ്റ് വുഡ് മേക്ക് സർ ഐസക് ന്യൂട്ടൺ ഹാപ്പി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉറുമ്പ് കടിക്കട്ടെ. ഇതൊരു തമാശയാണേ. അപ്പോൾ നമുക്കിന്ന് ലാസ്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയും കൂടെ നോക്കിയാലോ? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സിദ്ധാന്തം തിയറി ഓഫ് ഗ്രാവിറ്റി ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻ എ സർ ഐസക് ന്യൂട്ടൺ. ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ ബൈ. സൈനിങ് ഓഫ് ഫ്രം ബ്രെയിൻവേഴ്സ്.